Welcome to the space. Now we are dealing with the space instead of 2D plane. നമ്മൾ ഇത്രയും കാലം പഠിച്ചതെല്ലാം 2 ഡയമെൻഷനാണ്, എക്സ് വൈ പ്ലെയിൻ അല്ലേ. എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും. ബട്ട് നൗ വി ആർ യൂസിങ് അനദർ ആക്സിസ്, സെഡ് ആക്സിസ്. ഇപ്പോൾ നമ്മൾ റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൂമിന് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ റൂമിൽ നിൽക്കുക, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. അപ്പോൾ എക്സ് വൈ ആക്സിസ് ഇവിടെ വേണം, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ സെഡ് ആക്സിസും കൂടെ വേണം, സെഡ് ആക്സിസ്. അപ്പോൾ ആക്ച്വലി എക്സ് ആക്സിസ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ. വൈ ആക്സിസ് ദിസ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ, it is negative direction. Z axis is this one. This line or this vector line may be pointed towards you. അല്ലേ, നിങ്ങളടുത്തേക്കാണല്ലോ ഇനി വരിക. ഇപ്പോൾ പേപ്പറിൽ നമുക്ക് ദിസ് ഡയറക്ഷനിൽ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി ദിസ് ലൈൻ ഈസ് ഫോക്കസിങ് ടുവാർഡ്സ് യു, നിങ്ങളെ മൂക്കിൻ്റെ അടുത്തേക്കാണ് വരിക. അതുപോലെ ഇത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ തുളച്ച് ബാക്കിലോട്ട് പോകും. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് എക്സ് വൈ സെഡ് നമ്മൾ വരക്കുക. അപ്പോൾ അങ്ങനെ എക്സ് വൈ സെഡ് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ നമ്മളത് പേപ്പറിൽ ഒതുങ്ങില്ല, അതവിടെ ഉണ്ടാവും, സ്പേസിലുണ്ടാവും. ആൻഡ് ഹിയർ ദർ ഇസ് എ സ്ട്രൈറ്റ് ലൈൻ എ പി. ദിസ് ഈസ് എ പി. അപ്പോൾ എ പി ഇപ്പോൾ പേപ്പറിലാണ് കാണുന്നത്, പക്ഷെ അത് പേപ്പറിൽ തന്നെ കാണണമെന്നില്ല, അത് സ്പേസിലാവാം. ചിലപ്പോൾ എന്ന് നിങ്ങളെ മൂക്കിൻ്റെ അടുത്തേക്ക് ആ ലൈൻ വരുന്നുണ്ടാവാം. 3 ഡയമെൻഷൻ. ലെറ്റ് A be the point x1, y1, z1. P general point x, y, z. നമ്മൾ ജനറൽ പോയിന്റിന് സാധാരണ പി എന്നാണ് പറയുക. ഹിയർ ദ സ്ട്രേറ്റ് ലൈൻ എ പി ഈസ് പാസിംഗ് ത്രൂ വൺ പോയിന്റ്, ദാറ്റ് ഈസ് x1, y1, z1 given point, and through another point, that is fixed point or general point x, y, z. അങ്ങനെ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് തന്ന പോയിന്റ്, ഇത് ജനറൽ ആയിട്ടുള്ള പോയിന്റ്. ആൻഡ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു എ വെക്ടർ ഓർ അനദർ ലൈൻ എം, വെക്ടർ എം. അങ്ങനെയാണെങ്കിൽ ദിസ് ഒ എ, ദിസ് വെക്ടർ ഒ എ മീൻസ് വാട്ട്? സ്മോൾ വെക്ടർ എ, വെക്ടർ എ, ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ക്യാപിറ്റൽ എ. ദാറ്റ് ഈസ് എ. പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ക്യാപിറ്റൽ ബി ഈസ് റെപ്രസെൻറ്റഡ് ആസ് വെക്ടർ ആർ. അപ്പോൾ അതെല്ലാ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറിന് നമ്മൾ എങ്ങനെ എടുക്കണം? ആറായിട്ട് എടുക്കണം, വെക്ടർ ആർ. അതുപോലെ ഗിവൺ പോയിൻറ്റിൻ്റെ സ്മോൾ എ, വെക്ടർ എ. ഇനി വേറെ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ വെക്ടർ ക്യാപിറ്റൽ ബി കൊടുക്കുകയാണെങ്കിൽ x2, y2, z2 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് പൊസിഷൻ വെക്ടർ വിൽ ബി വാട്ട്? വെക്ടർ ബി. അങ്ങനെ പറയും. സോ എനിവേ ദർ ഇസ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് ലൈങ് ഇൻ ദ സ്പേസ് ആൻഡ് പാസിങ് ത്രൂ a point capital x1, y1, z1 and parallel to the vector m. Then the equation of this AP, equation of this straight line may be taken as vector r is equal to vector a plus lambda vector m, where lambda is any number, constant. ഇതാണ് ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ ആണ് ഇത് പറയുക, കാരണം ഇതിൽ വെക്ടർ സിമ്പിൾ കാണുന്നുണ്ടല്ലോ. therefore it is vector equation of a straight line in a space. Equation of a line in space എന്താണത്? വെക്ടർ r is equal to vector a plus lambda m. What is vector r? Vector r is the position vector of the point p, that is OP. OP എങ്ങനെയാണ് OP റെപ്രസെൻറ്റ് ചെയ്യുക? xi plus yj plus zk, that is this one. OP, that is vector r is equal to xi plus yj plus zk. Similarly, OA is the position vector of the point capital A. അതങ്ങനെ പറയും x1i plus y1j plus z1k. ഈ പോയിന്റ് നോക്കിയാൽ മതി. ആൻഡ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദ വെക്ടർ m and it is represented by the direction ratios a, b, c. This point a, b, c will represent the direction of the line vector m. അപ്പോൾ അത് മൂന്നും ഓർത്ത് നോക്കണം. Then see the figure. We have OA plus AP gives what? OP. Direction. See the direction OA, vector OA plus vector AP will give vector OP. Here magnitude is not counted here. We are measuring only what? We are looking at only direction.
OP, OA plus AP is OP. Vector OA plus vector AP is equal to OP. Then what is AP? It is very clear. OP minus OA. OP minus OA. OP is here, OA is here. Then you subtract these two results. Then you will get x minus x1. That is x minus x1. Then common I. X minus x1 I plus y minus y1 j plus z minus z1 k. Right. And see equation number 1. Vector R is equal to vector A plus lambda vector M. Vector R means xi plus yj plus zk. This one equal to vector A means x1i plus y1j plus z1k. This one plus lambda into vector M ai plus bj plus ck. Yes. Then you multiply this vector by this lambda. That is lambda ai plus lambda bj plus lambda ck. Okay. Then x1 plus lambda a, then common I. Right. x1 plus lambda a common I plus y1 plus lambda b common j plus z1 plus lambda c common k. Then equating both left and right sides, that is here xi, here x1 plus lambda I, lambda ai. So here I, here I. In this left side there is two terms. There are two terms, 1, 2, 3. These are three terms. In right side there are also three terms, x1 plus lambda a I plus y1 plus lambda b j plus z1 plus lambda c k. There are three terms. So equating this term to this term. So that is what x equal to x1 plus lambda a, y equal to y1 plus lambda b, z equal to z1 plus lambda c. Or x minus x1 then by a is equal to lambda. You separate lambda from here and from here and from here. So that is y minus y1 by b equal to lambda and z minus z1 by c equal to lambda. Clearly x minus x1 by a equal to y minus y1 by b equal to z minus z1 by c, and all these are equal to lambda. So this will give us the Cartesian form of a straight line, whereas this one is the vector form and this one is the Cartesian form. Then we are looking at another subheading, equation of a line passing through two given points. In the previous case there is a straight line that is AP, which is passing through only one point x1 y1 z1 and through a general point xyz. But in this case the straight line AP or AB is passing through 2 points, that is A and B. This line is passing through 2 points, capital A and capital B, and also passing through a fixed or general point x, y, z. First point x1 y1 z1, second point x2 y2 z2. Right. Then position vectors are marked here, vector A, vector R, vector B. That is okay. Right. Then vector equation of a straight line passing through 2 points A capital and capital B is of the form vector R is equal to vector A plus lambda into B minus A. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു നോക്കണം. Vector R is equal to vector A plus lambda vector B minus A. Where vector R നേരത്തെ പറഞ്ഞ കേസ് തന്നെ vector R is equal to xi plus yj plus zk, vector A ഇതാണ്, vector B x2y plus അങ്ങനെ അത് ഓക്കെ. Then യെസ് അങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടും. സോ വി ഹാവ് വെക്ടർ ആർ ഇസിക്കൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി മൈനസ് എ. അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്തു. വെക്ടർ ആർ കൊടുത്തു, വെക്ടർ എ കൊടുത്തു, ലാംഡ അപ്ലൈ ചെയ്തു, വെക്ടർ ബി മൈനസ് വെക്ടർ എ. അപ്പോൾ ആദ്യം ഇത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ x2 മൈനസ് x1 then കോമൺ ആയി, പ്ലസ് y2 മൈനസ് y1 കോമൺ j, പ്ലസ് z2 മൈനസ് z1 കോമൺ k. Lambda is outside, then vector A is here, x1i plus y1j plus z1k. Right. Then x1 plus lambda x2 then I. Okay, here x1i, here lambda x2 minus x1i. So you take I as common, then what x1 plus lambda into x2 minus x1i plus y1 plus lambda y2 minus y1j plus z1 plus lambda z2 minus z1k. Right. So in the left side xi, here x1 plus lambda x2 minus x1i. So first term corresponding to this term
In the right side, there is a term which is what? x1 plus lambda, x2 minus x1 I. So equate x and x1 plus lambda, x2 minus x1 as here x equal to x1 plus lambda, x2 minus x1. Then x minus x1 divided by x2 minus x1 is equal to lambda. You isolate lambda from this step. So first you transpose this x1 to the left side, and then x2 minus x1 to the left side, then you will get lambda. Similarly this one, then you equate all the three terms as this: x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1 equal to z minus z1 by z2 minus z1. All are equal to lambda. This is the Cartesian equation of a straight line passing through 2 points. Then let us see a question. The Cartesian equation of a line is x minus 5 by 3 equal to y plus 4 by 7 equal to z minus 6 by 2. Find its vector equation. So actually we have x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. This is the general form or Cartesian form of a straight line passing through a point. നമ്മളത് പഠിച്ചിട്ടുണ്ട്. So a, b, c, clear. A is equal to 3, b is equal to 7, c is equal to 2. Then x minus x1, so x1 is equal to 5. Y plus 4, plus means 2 negatives which will be what? Plus. So y minus 4. So y minus y1, that is minus 4, y1 is equal to minus 4. Z1 is equal to 6. x1 5, y1 minus 4, z1 6. Vector A is equal to x1 I plus y1 j plus z1 k. And then 5i plus minus 4j plus 6k. Okay, x1 5, y1 minus 4, z1 6. So you will get small a is equal to this one. Then vector equation can be taken as vector r is equal to vector a plus lambda m. Vector a means this one, lambda vector m is this one. Vector m means what? Vector m means 3i plus 7j plus 2k. A, B, C, ai plus bj plus ck. 3i plus 7j plus 2k. So this is the vector equation of a straight line whose Cartesian equation is this one. Then we are going to study a particular types of lines called skew lines. You can draw 2 lines on a paper. You take a paper and draw 2 lines like this. First line this one, second line this one. Okay, they are intersecting lines, isn't it? Or you can draw 2 lines like this. First line this one, second line this one. They are parallel lines. So if you are drawing 2 lines on a paper, these lines will either be intersecting lines or will parallel lines, isn't it? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരക്കാൻ പറ്റും. നോട്ട്ബുക്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് 2 ലൈൻ മീൻസ് ഇത്രയല്ല ലൈൻ, അതങ്ങ് പോകുമ്പോൾ ഏറെ മാർക്കിടും. നമ്മൾ ഇങ്ങനെ ഏറെ മാർക്കിടും, ഇപ്പോൾ ഏറെ മാർക്കിടും. സോ ഈ ലൈൻ അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും, ഇത് ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരെ പോകും അല്ലേ. അപ്പോൾ അങ്ങനെ 2 ലൈൻ വരച്ചാൽ ആ 2 ലൈനുകൾ ഒന്നുകിൽ എന്ത് ചെയ്യും, എവിടെയെങ്കിലും പോയി ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ദീസ് 2 ലൈൻസ് വിൽ ബി പാരലൽ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ലൈനിനെയാണ് നമ്മളെന്ത് പറയുക, സ്ക്യൂ ലൈൻസ് എന്ന് പറയാം. Skew lines are the lines which are neither intersecting nor parallel. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത പാരലലും അല്ലാത്ത ലൈൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ലൈൻ നമുക്ക് നോട്ട്ബുക്കിൽ വരക്കാൻ പറ്റില്ല. അതോടെ വരക്കാൻ പറ്റും സ്പേസിൽ മാത്രം അല്ലേ. ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളൊരു ലൈൻ വരച്ചു, ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. ഇമാജിൻ ഒരു ലൈൻ വരച്ചു. വേറൊരു ലൈൻ നിങ്ങളെ മുഖത്തേക്ക് വരക്കുക, സ്പേസിൽ കൂടെ നിങ്ങളെ മുഖത്തേക്ക് വരക്കുക. അപ്പോൾ ആ 2 ലൈൻസ് എന്തല്ല പാരലൽ ആവണമെന്നില്ല അല്ല, അതുപോലെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ലൈനെ എന്ത് പറയാം, സ്ക്യൂ ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ആ 2 സ്ക്യൂ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ്, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിന് നമ്മൾ പറയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. അപ്പോൾ അങ്ങനെയുള്ള സപ്പോസ് ഫസ്റ്റ് ലൈൻ വെക്ടർ ആർ ഇക്വൽ ടു വെക്ടർ a1 പ്ലസ് ലാംഡ m1 നേരത്തെ പറഞ്ഞതുപോലെ a1ഉം a2 മാറ്റി മാത്രം ഇവിടെ m1 m2 മാറ്റി. അങ്ങനെയാണെങ്കിൽ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്.
they are not drawn on a paper and they may be focusing towards you. This means what? They are skew lines, which means what? They are neither parallel nor intersecting. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് കണ്ട ഫോർമുല d is equal to modulus. Modulus means distance is always taken as positive. So modulus m1 cross m2 dot a2 minus a1 divided by modulus of m1 cross m2. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. d is equal to shortest distance d is equal to m1 cross m2 dot a2 minus a1 divided by modulus of m1 cross m2. അപ്പോൾ അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള formula. See a question. Find the shortest distance between the lines x plus 1 by 7 equal to y plus 1 by minus 6 equal to z plus 1 by 1, and another line x minus 3 by 1 equal to y minus 5 by minus 2 equal to z minus 7 by 1. These are the two lines whose shortest distance is to be calculated. So first line can be rewritten as x minus minus, because two negatives will get positive. X minus minus 1 by 7 equal to y minus minus 1 by minus 6 equal to z minus minus 1 by 1. Similarly, this line x minus 3, that is okay. That is in standard form. So x minus x1, this minus 1 will be x1, minus 1 will be y1, this minus 1 will be z1. Similarly, this one a1, a2, a3. Similarly, x minus 3, this 3 will form x2, this is y2, this is z2. So vector, what is vector a1? A1 means minus 1i minus 1j minus 1k, minus 1i minus 1j minus 1k. Vector m1 7i minus 6j plus 1k. Okay. Similarly, next line a2 ഇതുപോലെ a2 m2 എടുത്തു. ദെൻ എങ്ങനെയായിരുന്നു നമ്മൾ വെക്ടറിൽ m1 ക്രോസ് m2 പഠിച്ചത്? m1 ക്രോസ് m2 is equal to determinant ijk, പിന്നെ ഈ 3 5 7 എഴുതുക. That is what? Yes, m1 cross m2 7 minus 6 1, then m2 1 minus 2 1, 1 minus 2 1. So അങ്ങനെ ഡിറ്റർമിനൻ്റ് പഠിച്ച പോലെ I, you close this row and this column, so remaining what? Minus 6 1 minus 2 1, right? Then put negative minus j into, so you j, this one is j, so you close the row which contains j, so you close this row and the corresponding column. Then what? 7 1 1 1, right? Plus k into k here, so you close this row and this row. 7 minus 6 1 minus 2. Then I into minus 6 into 1 minus 1 into minus 2, you cross multiply. Similarly, minus j into 7 into 1 minus 1 into 1 plus k into 7 into minus 2 minus minus 6 into 1, as in the chapter determinant. അതിലെങ്ങനെയാണ് പഠിച്ചത് അതേപോലെ ചെയ്യുക. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് minus 4i minus 6j minus 8k എന്ന് കിട്ടും. പിന്നെ ഫോർമുലയിൽ വേണ്ടതാണ്, അപ്പോൾ ഇത് കണ്ടുപിടിച്ചു. ദെൻ ഡോട്ട് a2 minus a1, so a2 minus a1, a2 is here, a1 is here, so you calculate a2 minus a1, a2 minus a1. So 3i minus minus plus ആവും 4i, 5j minus minus ആവും plus ആവും 6j, അതുപോലെ 8k. ഇനി m1 cross m2 dot a2 minus a1, this one m1 cross m2 dot a2 minus a1, അതും വെക്ടറിൽ പഠിച്ചിട്ടുണ്ട്. m1 cross m2 dot a2 minus a1 means what? This dot this. m1 cross m2 is this one, a2 minus a1 is this one. Then ഇങ്ങനെ ചെയ്യുക. ഡോട്ട് പ്രോഡക്റ്റ് minus 4 into 4 plus minus 6 into 6 plus minus 8 into 8, minus 16 minus 36 minus 64. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ minus 116 കിട്ടും. Then by the formula taking modulus of m1 cross m2, അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കണം. m1 cross m2 മോഡുലസ് എങ്ങനെ എടുക്കുന്നത്? വെക്ടറിലെ റൂട്ട് ഓഫ് minus 4 square m1 cross m2 or is m1 cross m2, m1 cross m2 is this one, that is this one, minus 4 square plus minus 6 square plus minus 8 square. വെക്ടർ ചാപ്റ്റർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നത് റൂട്ട് ഓഫ് 1.6. Then apply the formula d is equal to modulus m1 cross m2 dot a2 minus a1 divided by modulus of m1 cross m2. As for m1 cross m2 dot vector a2 minus vector a1 is what?
minus 1.6 divided by its modulus root of 1.6. So you can avoid this symbol because you are taking absolute value, because distance is always taken as positive. Then 1.6 divided by root of 1.6. What is 1.6? Root of 1.6 into root of 1.6, isn't it? Root of 2 into root of 2 means what? Root of 4, that is 2. Root of 3 into root of 3 means what? Root of 9. Root of 9 is 3. So root of 1.6 and root of 1.6 means what? 1.6. So you can cancel one of the, this one pair, root of 1.6 can be cancelled. Then you get the answer root of 1.6 unit. So the distance, shortest distance between the given two lines will be what? Root of 1.6 unit. Similarly, look at another question. Find the shortest distance between the lines. Two lines are given in Cartesian form, vector A plus lambda vector m. Okay. So another line is this one. So you have to find the shortest distance between these two lines. We know that vector r is equal to vector a1 plus lambda m1. So first line is what? By the question, first line is vector r is equal to I plus 2j plus 3k. I plus 2j plus 3k plus lambda into this one. So a1 plus lambda m1. So you take a1 and m1 from here. That is this one. Also given that vector r is equal to next line. Vector a2 plus lambda m2. Here instead of lambda there is another constant which is called as mu. Right? Mu. This one. This is lambda and it is another constant mu. So a vector a2 plus mu m2. So a2 is this one, m2 is this one. And hence a2 and m2. Then as in the previous case, vector m1 cross vector m2 is equal to this one. And you can calculate its value as in the previous question, that is 9 minus 9i plus 3j plus 9k, right? Then similarly a2 minus a1, a2 is this one, minus a1 is this one, and you subtract these two vectors, you will get the answer 3i plus 3j plus 3k. Then vector m1 cross vector m2 dot a2 minus a1 is what? By the formula, minus 9 into 3 plus 3 into 3 plus 9 into 3, right? So answer is what? 9. Then take the result, d is equal to modulus of m1 cross m2 dot a2 minus a1 divided by modulus of m1 cross m2. So you apply each value to this formula and finally you will get the answer as 9 by root 171 units. So shortest distance between the given two lines is obtained as 9 by root of 171 units. Take another question, find the shortest distance between the lines whose vector equations are. So here two lines are given neither in vector form nor in Cartesian form, because vector form is vector r is equal to a plus lambda I. These lines are not in vector form, a plus lambda into I. And the Cartesian form is what? X minus x1 by a equal to y minus y1 by b equal to z minus z1 by c. And these two lines are not in vector or Cartesian forms, but actually these are in vector form, but we have to convert these two lines into vector or proper vector or Cartesian forms. So you take the first line as this one, 1 minus t into I plus t minus 2 into j plus 3 minus 2 into 3 minus 2t into k. Okay, first you expand this one, 1i minus ti, tj minus 2j, 3k minus 2tk, right? So I minus 2j plus 3k plus t into minus I plus j and minus 2k. So vector r is equal to vector a plus lambda. Instead of lambda there is t, lambda m. So a and m are given here and you write it as a1 and m1, a1 m1. So similarly from second line you will get vector a2 and vector m2 like this. Vector a2 and vector m2. So same process is repeated here. And then you find m1 cross m2 like this one. You apply the rules for determinants and you will get vector m1 cross m2 as this one. Then to reach the formula you find a2 minus a1, that is this one. Then vector m1 cross m2 dot a2 minus a1 is equal to this one, and you got it as 8, right? Then apply the formula, vector m1 cross vector m2 dot a2 minus a1 divided by modulus of vector m1 cross m2 and take entire modulus.
and applying each value obtained from previous cases, then final answer will be what? 8 by root of 29. Right. Yes, that is all about straight lines. Now we are discussing planes. എന്താണ് പ്ലെയിൻ? A surface a top of ബെഞ്ച്, ഡെസ്ക്, ടേബിൾ എക്സെട്ര അതെല്ലാം പ്ലെയിൻ ആണ് അല്ലേ. അപ്പോൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിൽ ഇത് ഒതുങ്ങി നിൽക്കണമെന്നില്ല, ശരിയല്ലേ? ഇപ്പോൾ പേപ്പറിൽ വരക്കാൻ, ഇപ്പോൾ ഒരു പ്ലെയിൻ പേപ്പറിൽ വരക്കാൻ പറ്റും, അതുപോലെ അത് സ്പേസിലേക്കും വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലെയിനിൻ്റെ സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയിനാണ് ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ദിസ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു എ വെക്ടർ എൻ, ക്യാപിറ്റൽ എൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വെക്ടറാണ് ക്യാപിറ്റൽ എൻ. ആൻഡ് ദിസ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് വെക്ടർ എൻ. And a point is marked on the plane, that is capital A, and a general point P is also there. നമ്മൾ ഏത് ഫിഗർ വരക്കുമ്പോൾ P ഉണ്ടാവും, general point whose position vector is small r, and the position vector of the point capital A is vector A. Right. So the plane is perpendicular to n and passing through A, x1, y1, z1. അപ്പോൾ A എന്താണ്? x1 y പ്ലസ് y1 j പ്ലസ് z1 k, അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. വെക്ടർ r എന്ന് പറയുമ്പോൾ xi പ്ലസ് yj പ്ലസ് zk എന്ന് പറയാം. Then for the figure we know that this line vector AP, this vector AP means this line vector AP is lying on the plane and the plane is perpendicular to the vector n. So it is obviously we can say that this AP is perpendicular to n. അല്ല, AP യും n perpendicular ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എ പിയും എന്നും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ വെക്ടറിൽ പഠിച്ച പോലെ ദെയർ ഡോട്ട് പ്രോഡക്റ്റ് വിൽ ബി 0. അത് എ ഡോട്ട് ബി എന്താ? എ ഡോട്ട് ബി മീൻസ് എ ബി കോസ് തീറ്റ. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എ ബി കോസ് 90, എ ബി കോസ് 90 മീൻസ് 0. സോ എ ബി ഇൻറ്റു 0 ദാറ്റ് ഇസ് 0. അങ്ങനെയാണ് എ പി ഡോട്ട് എ വെക്ടർ എൻ ഈക്വൽ 0 വരുന്നത്. ദിസ് മീൻസ് വാട്ട്? വെക്ടർ എ പി ആൻഡ് വെക്ടർ എൻ ആർ പെർപെൻഡിക്കുലർ. വാട്ട് ഇസ് വെക്ടർ എ പി? OP minus OA അല്ലേ. പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് എ മീൻസ് പി മീൻസ് OP മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് എ മീൻസ് വെക്ടർ OA. അപ്പോൾ അത് വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണ് AP മൈനസ് OP മൈനസ് OA എന്ന് കൊടുക്കുന്നത്. ഡോട്ട് വെക്ടർ എൻ ഈക്വൽ ടു 0. വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എൻ ഈക്വൽ ടു 0 അല്ലേ. OP മീൻസ് ആർ, OA മീൻസ് എ. അങ്ങനെ വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതാണ് വെക്ടർ ഇക്വേഷൻ. അപ്പോൾ വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ എൻ എന്ന് ചോദിച്ചാൽ നിങ്ങളിത് പറയണം. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എൻ ഈക്വൽ ടു 0 ഈസ് എ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ ദ ഗിവൺ പോയിന്റ്. ഇത് ഓർത്ത് വെക്കണം. ദെൻ ഇറ്റ്സ് കാർട്ടീഷ്യൻ ഇക്വേഷൻ can also be found out and you can apply the vector form of this position vector r as xi plus yj plus zk and a as what? x1i plus y1j plus z1k, and vector n means its direction ratios vector a, capital B and capital C, capital A or small എന്തും കൊടുക്കാം. അപ്പോൾ ai plus bj plus ck. ഇനി അതിലെ കൂടെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും വെക്ടർ n is equal to vector r minus vector a, vector r this one minus vector a this one dot n ഇത്. അപ്പോൾ ഇത് മൈനസ് ആക്കിയാലോ x മൈനസ് x1 then കോമൺ ആയി പ്ലസ് y മൈനസ് y1 കോമൺ j പ്ലസ് z മൈനസ് z1 കോമൺ k ഡോട്ട് വെക്ടർ n എന്ന് പറയുമ്പോൾ a പ്ലസ് bj പ്ലസ് ck ഈക്വൽ ടു 0. Then what? x minus x1 I, here ai. അപ്പോൾ ഡോട്ട് ആക്കുമ്പോൾ x minus x1 into a or a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. അപ്പോൾ ഇതിനാണെന്ന് പറയുക കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ. We can see a question. Find the vector and Cartesian equation of a plane that passes through the point 1, 0, minus 2. And the normal to the plane is I plus j minus k. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തിട്ടുണ്ട് 102 ഇവിടെ ക്യാപിറ്റലിന് കൊടുത്തിട്ടുണ്ട് I plus j minus k. നമ്മൾ ഫോർമുല വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് എൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വെക്ടർ ആർ മൈനസ് എ എന്ന് പറയുമ്പോൾ ഇത് അല്ലേ
ഡോട്ട് എൻ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ ഈക്വൽ ടു 0 ഇത്രയും ഉണ്ടോ. ഇതാണ് വെക്ടർ ഇക്വേഷൻ. and ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ട ഫോർമുല a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. അപ്പോൾ what is a? A means 1 b1 c minus 1, a1 b1 c minus 1. okay, x1 1 0 minus 2 1 0 minus 2, that is a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. അപ്പോൾ അത് എക്സ്പാൻഡ് ആക്കിയാൽ ഇങ്ങനെ വരും. ലാസ്റ്റ് കിട്ടുന്ന x പ്ലസ് വൈ മൈനസ് z മൈനസ് 3 ഈക്വൽ 0. അപ്പോൾ ഇതാണ് ഇപ്പോൾ എക്സ് വൈ സെഡ് അല്ലേ കാണുന്നുണ്ട്. എക്സ് ആക്സസും വൈ ആക്സസും സെഡ് ആക്സസും ഉണ്ട്. ദെർഫോർ ദിസ് പ്ലെയിൻ മേ ലൈ ഇൻ ദ സ്പേസ് ഇൻസ്റ്റെഡ് ഓഫ് എ പേപ്പർ. ഇത് ഇവിടെ ഉണ്ടാവും, ഒരു സ്പേസിൽ ഉണ്ടാവും. അപ്പോൾ എക്സ് വൈ സെഡ് ആക്സസ് വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ കണ്ടെത്താൻ പറ്റും. Similarly, see this question. Find the vector and the Cartesian equation of the plane that passes from the point 1, 4, 6 and normal vector to the plane is I minus 2j plus k. Same question ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് 1, 4, 6 ക്യാപിറ്റൽ N കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം എ എന്ന് പറയുമ്പോൾ 1i പ്ലസ് 4j പ്ലസ് 6k, ക്യാപിറ്റൽ N എന്ന് വെച്ചാൽ ഈ സാധനം I minus 2j പ്ലസ് k. അപ്പോൾ a 1 b minus 2 c 1 അങ്ങനെ കൊടുത്തു. അപ്പോൾ വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ മൈനസ് വെക്ടർ എ എന്ന് പറയുമ്പോൾ ഇതാണ് ഡോട്ട് എൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈക്വൽ ടു 0. ഇത്രയാണ് അതിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഇതിന് കാർട്ടീഷ്യൻ ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഔട്ട്. അത് അപ്ലൈ ചെയ്യുക. എക്സ് ഐ മൈനസ് വൈ ജെ പ്ലസ് സെഡ് കെ, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും വേണമെന്നില്ല, ഇപ്പുറമൊന്നും വേണമെന്നില്ല, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. എന്തായിരുന്നു എ ഇൻറ്റു ഫോർമുല, വാട്ട് ഈസ് അവർ ഫോർമുല? എ ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് y1 പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് z1. അപ്പോൾ അതിലേക്ക് കൊടുക്കുക. അപ്പോൾ എ മീൻസ് 1 ഇൻറ്റു എക്സ് മൈനസ് x1 അത് 1 പ്ലസ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന എക്സ് മൈനസ് 2y പ്ലസ് സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 ഈസ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ വെക്ടർ ക്യാപിറ്റൽ N. അതുപോലെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ്സ്. Here there is a plane and there are 3 points R, S and T. They are non-collinear points. Non-collinear points means what? They are not lying on a straight line. ഈ മൂന്ന് ലൈൻ യൂസ് ചെയ്തിട്ട് ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ പറ്റില്ല അല്ലേ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ പറ്റില്ല. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അങ്ങനെയാണെങ്കിൽ ദേ ആർ കൊളീനിയർ പോയിന്റ്സ്. ബട്ട് ഹിയർ ആർ, എസ് ആൻഡ് ടി ആർ നോൺ കൊളീനിയർ പോയിന്റ്സ്. അപ്പോൾ അങ്ങനെ നോൺ കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ബൈ യൂസിങ് ദീസ് 3 പോയിന്റ്സ് വി ക്യാൻ ഡ്രോ എ ട്രയാങ്കിൾ. ഓക്കെ, സോ ദീസ് 3 പോയിന്റ്സ് ആർ, എസ് ആൻഡ് ടി ആർ നോൺ കൊളീനിയർ പോയിന്റ്സ്. Then another general point is here, that is P, x, y, z. You take capital R as x1, y1, z1, S, x2, y2, z2 and T, x3, y3, z3. Then position vector of the point P means small r, R into position vector A, S into the B, and that of T, C, small c, right? അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. See here, RS and RT are 2 vectors, RS and RT. Then we know that cross product RS cross RT. നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ എപ്പോഴും കിട്ടുന്ന റിസൾട്ട് ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എ ക്രോസ് ബി മീൻസ് എ ക്രോസ് ബി ഈസ് എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ആർ എസ് ക്രോസ് ആർ ടി, ദിസ് ഈസ് ആർ എസ് ക്രോസ് ആർ ടി. ദിസ് വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ എസ് ആൻഡ് ആർ ടി. അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആർ എസും ആർ ടിയും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അതിൻ്റെ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ആർ എസ് ക്രോസ് ആർ ടി. ദിസ് മീൻസ് വാട്ട്? ദിസ് ആർ എസ് ക്രോസ് ആർ ടി ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, റൈറ്റ്? അപ്പോൾ ഈ ആർ എസ് ക്രോസ് ആർ ടിയും ഈ വെക്ടർ ആർ പിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം വെക്ടർ ആർ പി ഈസ് എ വെക്ടർ ലൈങ് ഓൺ ദ പ്ലെയിൻ and RS cross RT is a vector which is perpendicular to the plane. Therefore RS cross RT and vector RP are perpendicular. ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. RS
cross RT is a vector perpendicular to both RS and RT. Then RP and RS cross RT are perpendicular. ഇതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ ഈ ഡോട്ടഡ് വെക്ടർ ഇതും ആർ പിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ their dot product will give 0, right? ആർ പി ഡോട്ട് ആർ എസ് ക്രോസ് ആർ ടി ഈക്വൽ 0. ഇത് പഠിച്ചു വെക്കണം. ഇതാണ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിൻറ്റ്സ്. ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോം കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, ഇത് മാത്രം പഠിച്ചു വെക്കും. അങ്ങനെ എക്സ് മൈനസ് എക്സ് വൺ ഡിറ്റർമിനൻ്റ് എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ സെറ്റ് മൈനസ് സെറ്റ് വൺ എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ സെറ്റ് ടു മൈനസ് സെറ്റ് വൺ എക്സ് ത്രീ മൈനസ് എക്സ് വൺ വൈ ത്രീ മൈനസ് വൈ വൺ ആൻഡ് സെറ്റ് ത്രീ മൈനസ് സെറ്റ് വൺ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷനാണ് ഇത്. Let us see a question. Find the vector equation of the plane passing through the points R, S and T. അപ്പോൾ R, S and T ഒക്കെ കൊടുത്തിട്ടുണ്ട്. We have RP dot RS cross RT equal to 0. ഈ സാധനം അത് കൊടുത്തു. അപ്പോൾ ആർ പി എന്ന് പറയുന്നത് ഒ പി മൈനസ് ഒ ആർ, ആർ എസ് ഒ എസ് മൈനസ് ഒ ആർ, ആർ ടി ഒ ടി മൈനസ് ഒ ആർ. അങ്ങനെ ഒ പി മൈനസ് ഒ ആർ, ഒ പി മീൻസ് ആർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെയൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടെ കൊടുത്തു? യെസ്, ഇവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതുപോലെ ചെയ്യാൻ പറ്റും. ഇവിടെയല്ല, ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പി എന്താ, ആർ എന്താ, എസ് എന്താ, ടി എന്താ, പൊസിഷൻ വെക്ടർ പി ആർ എസ് ടി ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് കാണാൻ പറ്റും. ഒ പി മൈനസ് ഒ ആർ, ആ വെക്ടർ ആർ മൈനസ് വെക്ടർ ആണ്. ഒ എസ് അത് ബി അപ്പുറം കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കൊടുക്കാം. ദെൻ വെക്ടർ ആർ പി എന്ന് പറയുമ്പോൾ ആരെ കിട്ടി? വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് ആർ എസ് ക്രോസ് ആർ ടി ഇതവിടെ ഉണ്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ വെക്ടർ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാൻ വേണ്ടി വാട്ട് ഇസ് വെക്ടർ ആർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എറ്റ് കെ ഫോർ എവറി ക്വസ്റ്റ്യൻ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. വെക്ടർ ഐ ഇസ് ഈക്വൽ ടു ആറിൻ്റെ പോയിൻറ്റ് ക്വസ്റ്റനിലുണ്ടാകുമല്ലോ. ആറിൻ്റെ പോയിൻറ്റ് എന്താ? 2i പ്ലസ് 5j മൈനസ് 3k, 2i പ്ലസ് 5j മൈനസ് 3k. അതുപോലെ എസിൻ്റെ ടീൻ്റെ എല്ലാം കണ്ടുപിടിച്ചു. ദെൻ ദ ഇക്വേഷൻ 1 ബിക്കംസ്, ഇക്വേഷൻ 1 ഇത്. അപ്പോൾ ആർ മൈനസ് എ ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഡോട്ട് വെക്ടർ ബി മൈനസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി മൈനസ് വെക്ടർ എ, അല്ലേ? അങ്ങനെ ഇട്ട് കൊടുത്ത് കിട്ടുന്ന അത്രയും ദിസ് ഈക്വൽ ടു 0. അപ്പോൾ അത്രയും വെച്ചാൽ മതി. അതാണ് അതിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം. അതുപോലെ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വെക്ടർ ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വെക്ടർ ഇക്വേഷൻ മാത്രം മതി. കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ആൻസർ. ഇതിൽ ആർ, എ, ബി, സി ഇതൊക്കെ അപ്ലൈ ചെയ്തത് മാത്രം. Then find the equation of the plane passing through the point 1, 1, -1, 6, 4, -5 and -4, -2, 3. അപ്പോൾ അതേപോലെ ആർ എസ് ടി കൊടുത്തു, എ ബി സി ഒക്കെ കണ്ടുപിടിച്ചു. x1, y1, z1 ഒക്കെ എഴുതി. കാർട്ടീഷ്യൻ ഇക്വേഷൻ്റെ ഫോമുല എഴുതി, അത് അപ്ലൈ ചെയ്തു. x മൈനസ് x1 1 ഈക്വൽ ടു 0. ദെൻ അത് സിംപ്ലിഫൈ ചെയ്തു, ഈക്വൽ ടു 0. ദെൻ എങ്ങനെ എഴുതാം? x മൈനസ് x1 എഴുതി, ആ റോ ആ കോളം മാറ്റി വെച്ചു. അപ്പോൾ 3 - 4 -3 4 മൈനസ് y മൈനസ് 1, അടുത്ത് y മൈനസ് 1 എടുത്ത് 5 - 4 -5 4 ഒക്കെ അങ്ങനെ ഈക്വൽ ടു 0. ദെൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ, സാധാരണ ഡിറ്റർമിനൻ്റ് എങ്ങനെ ചെയ്തു അതുപോലെ ചെയ്യുക. സോ ബോത്ത് സൈഡ്സ് ആർ സെയിം, 0 ഈക്വൽ ടു 0. ദീസ് പോയിൻറ്റ്സ് ആർ കൊളീനിയർ ആൻഡ് ഹെൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് വിൽ ബി പാസിങ് ത്രൂ ദ പോയിൻറ്റ്സ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ വന്നിട്ടില്ല. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലാണ്. 0 കിട്ടിയിട്ടുണ്ട്. 0 കിട്ടിയതുകൊണ്ട് ഈ പോയിൻറ്റ്സ് സ്യൂട്ടല്ല. ദിസ് മീൻസ് വാട്ട്? പോയിൻറ്റ്സ് മസ്റ്റ് ബി നോൺ കൊളീനിയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നോൺ കൊളീനിയർ എന്ന് വെച്ചാൽ ഈ 3 പോയിൻ്റ് യൂസ് ചെയ്ത് ട്രയാങ്കിൾ വരക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ പറ്റണം. പക്ഷേ ഈ 3 പോയിൻറ്റ്സ് നോൺ കൊളീനിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ദിസ് മീൻസ് വാട്ട്? ദീസ് 3 പോയിൻറ്റ്സ് ആർ കൊളീനിയർ. അത് സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. സോ ഇവിടെ നമുക്ക് പ്ലെയിൻ ഇക്വേഷൻ ഇതുപോലെ ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരുപാട് പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ടാവും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് വിൽ ബി പാസിങ് ത്രൂ ദീസ് പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സിൽ കൂടെ കുറേ പ്ലെയിൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. Then see this question. Find the equation of a plane passing through the points 1, 1, 0, 1, 2, 1 and -2, 2, 1. അപ്പോൾ നേരത്തെ പോലെ അതിലൊക്കെ അപ്ലൈ ചെയ്തു.
എക്സ് ഫോമിലൊക്കെ അപ്ലൈ ചെയ്ത് -0 അങ്ങനെ അപ്ലൈ ചെയ്ത് അപ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് 2x + 3y - 3z - 5 = 0. നേരത്തെ 0 = 0 എന്ന് കിട്ടി, അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ദർ വിൽ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. therefore this plane will pass through these 3 non-collinear points. അപ്പോൾ ഇത്രയാണ് നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻസും അതുപോലെ പ്ലെയിൻസുമാണ് പഠിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.